റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കുറുപ്പമ്പടി പീഡനത്തിൽ പെൺകുട്ടികളുടെ അമ്മയെ പ്രതി ചേർക്കും. 3 മാസമായി പീഡന വിവരം അമ്മയ്ക്കറിയാമെന്ന് പ്രതി ധനേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കുട്ടികളുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തി. ഇതിന്റെ പകർപ്പ് ലഭ്യമായ ശേഷമാകും അമ്മയെ പ്രതി ചേർക്കുക. പെൺകുട്ടികളെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. അലി അക്ബർ ഷാ നമുക്കൊപ്പം. അലി അക്ബർ ഷാ, കുറുപ്പമ്പടി പീഡനത്തിൽ SS ശരണാണ് നമുക്കൊപ്പം ചേരുന്നത്. SS ശരൺ, അമ്മയ്ക്ക് ഈ പീഡന വിവരം അറിയാമായിരുന്നു എന്നതുകൂടി പുറത്തു വരികയാണല്ലോ. സുജയ, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയായി മാറിയിരുന്നതാണ് ഈ കുറുപ്പമ്പടിയിലെ പീഡനം. അതായത് വെറും 10ഉം 12ഉം വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികളാണ് 2 വർഷത്തോളം പീഡനത്തിന് ഇരയായത്. ഇതിൽ പ്രതിയായ അമ്മയുടെ ആൺ സുഹൃത്തായ ധനേഷിനെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ധനേഷ് നൽകിയിരിക്കുന്ന മൊഴിയെന്ന് പറയുന്നത് അമ്മയ്ക്ക് ഇതിൽ കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 3 മാസമായിട്ട് അമ്മയ്ക്ക് ഈ പീഡനത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അമ്മയിലേക്ക് കൂടി അന്വേഷണം നീളുന്നത്. നേരത്തെ തന്നെ ധനേഷിനെ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്തും ഈ കേസിന്റെ തുടക്കത്തിലൊക്കെ പോലീസിന് സംശയമുണ്ടായിരുന്നതാണ്. ഈ 2 വർഷത്തോളം ആൺ സുഹൃത്ത് വീട്ടിലെത്തി പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അമ്മയ്ക്ക് അറിവ് ഉണ്ടാകാതിരിക്കുമോ എന്നൊരു വലിയ സംശയം ഉണ്ടായിരുന്നതാണ്. അതിലാണ് ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അമ്മയോട് സ്റ്റേഷനിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും പ്രതി ചേർക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വൈകിട്ട് ഈ പെൺകുട്ടികളുടെ, അതായത് പെൺകുട്ടികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പരീക്ഷ എഴുതുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ തടസ്സപ്പെടുത്തേണ്ടതില്ല, അവരുടെ മാനസിക സമ്മർദ്ദത്തിലാക്കേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് പോലീസ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ വൈകിട്ട് ഈ 2 കുട്ടികളുടെയും രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രഹസ്യമൊഴിയുടെ പകർപ്പ് ഇന്ന് പോലീസിന് ലഭിക്കും. അങ്ങനെ രഹസ്യമൊഴി കൂടി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുക. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അമ്മയെ കൂടി പ്രതി ചേർക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ വാളയാർ കേസിലടക്കം കണ്ടതിന് സമാനമായൊരു സാഹചര്യത്തിലേക്ക് കുറുപ്പമ്പടി പീഡന കേസും എത്തുന്നു എന്നുള്ളതാണ് പ്രധാനം. സുജയ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് CWCയുടെ ഇടപെടലാണ്. ഈ 2 കുട്ടികളെയും അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. 2 വർഷത്തോളമാണ് ഇവർ പീഡനത്തിന് ഇരയായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൗൺസിലിംഗും ഒപ്പം തന്നെ പഠന സഹായം അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുമെന്നും CWC അറിയിച്ചിട്ടുണ്ട്.